കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയതല്ലേ കാണിച്ചത്. വീട്ടിൽ ചെന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങാൻ സമയം ഉണ്ടായിരുന്നു. ഉറങ്ങി അതൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഫ്രഷായി വൈകിട്ട് ഒരു 5 മണിയോടുകൂടി നമ്മൾ പിന്നെയും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് തിരിച്ചു കേട്ടോ. താഴെയുള്ള തട്ടുകടയിൽ നിന്നാണ് നമ്മൾ ആ നന്നാരി സർബത്ത് കുടിച്ചത്. ഇപ്പോൾ ഇതാണ് നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം കേട്ടോ, ഭീമസ് മോളെ. ഇത് കഴിഞ്ഞ തവണ നമ്മളിവിടെ വന്നപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2 ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഞാനിതിൽ ആഡ് ചെയ്തേക്കുന്നത്. ഇത്തവണ വന്നിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം വേറെ ഡ്രസ്സ് നമ്മൾ എടുത്തില്ല. പിന്നെ നമുക്ക് തീരെ സമയമില്ലായിരുന്നു. കൂടെ വന്ന രണ്ട് ഫാമിലിക്ക് അവരുടെ കസിൻ ഇവിടെ അടുത്തുള്ള വന്നിട്ട് അവരുടെ വീട്ടിലൊന്ന് കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസ് മാത്രം അവിടെ നിന്ന് എടുത്ത് സമയമായപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ ആ വെള്ളത്തിൽ ഇറങ്ങുക എന്ന് പറയുന്നത് നീന്തൽ അറിയാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാര്യം നല്ല ആഴമുള്ള സ്ഥലമാണ്. പിന്നെ നമ്മൾ സൂക്കിലൊക്കെ പോയി കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാ കടകളും ഓപ്പൺ ആകുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ലായിരുന്നു. കാര്യം ഇങ്ങനെ നമ്മുടെ നാട്ടിലെ മേളയൊക്കെ പോലെ ഒത്തിരി ഷോപ്പുകളുള്ള ഏരിയയില്ലേ, അതാണ് കേട്ടോ അവിടെ. എല്ലാ സാധനങ്ങളും നല്ല അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്ന ഒരു ഏരിയയാണത്. അപ്പോൾ ഷോപ്പൊന്നും ഓപ്പൺ ആയിരുന്നില്ല. ബക്രീദിൻ്റെ അവധികളൊക്കെ ആയതുകൊണ്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോകുന്നു. പൊടിക്കാറ്റ് പറക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ ഫോണൊന്നും പിടിക്കാൻ വയ്യ. ഫോൺ പിടിക്കാൻ പോയിട്ട് നമുക്കൊന്നും നിൽക്കാൻ പറ്റില്ല, അതുപോലെ നല്ല കാറ്റായിരുന്നു. ആ കാണുന്ന ഹാങ്ങിങ് ബ്രിഡ്ജ് വഴി കേട്ടോ നമ്മൾ വന്നത്. അതിന് നൈറ്റ് ആകുമ്പോൾ ഇങ്ങനെ ലൈറ്റ് ചേഞ്ച് ആവണ കാണാൻ നല്ല രസമാണ്. അപ്പോൾ പിള്ളേരെ കൂട്ടി വന്നുകൊണ്ട് കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു, സ്ഥലങ്ങളൊക്കെ കണ്ടു. പിന്നെ അവിടെ നിന്ന് നേരെ അവർ വരും വരെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം വേറൊരു ചേട്ടനൊക്കെ വരാനുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമ്മൾ നേരെ പോയിട്ടോ വീട്ടിലേക്ക്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിന് താഴെയുള്ള തട്ടുകടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.